ജെയ്സി തോമസ്, കഴിഞ്ഞ ആഴ്ച വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് കേരളത്തിലെ ആളുകൾ LDF കൺവീനർ BJP സ്ഥാനാർത്ഥികളെ മികച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്നതും BJP രണ്ടാം സ്ഥാനത്ത് വരും അല്ലെങ്കിൽ മികച്ച എതിരാളികളാകും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതും. അന്ന് കോൺഗ്രസ് ഇദ്ദേഹം LDFന്റെയും NDAയുടെയും സംയുക്ത കൺവീനറാണ് എന്നൊക്കെ ആക്ഷേപിച്ചു. അത് രാഷ്ട്രീയം. ഇന്നിപ്പോ EP ജയരാജൻ സമ്മതിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വൈദേകം എന്ന റിസോർട്ടിൽ ഷെയർ ഉണ്ട്. ആ ഷെയർ വിൽക്കാൻ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇതുവരെയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എനിക്ക് EP ജയരാജനെ ഫോൺ വിളിച്ചുള്ള പരിചയം പോലും ഇല്ലെന്നാണ്. ഇന്ന് അദ്ദേഹം ചോദിക്കുന്നു, ബിസിനസ് ബന്ധം ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ട് എന്ന് കരുതി അത് രാഷ്ട്രീയ ബന്ധമാകണോ എന്ന്. ബിസിനസ് ബന്ധവും രാഷ്ട്രീയ ബന്ധവും വേറെ വേറെ അല്ലേ എന്ന്. അപ്പോൾ ഇതിനെല്ലാം കോൺഗ്രസ് ഒരുമിച്ച് ചേർത്ത് ഈ ഡീൽ രാഷ്ട്രീയ ഡീലാണ് എന്ന് പറയുകയാണ്. എനിക്കിതിന് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് ഉയർത്തിയ എല്ലാ വാദങ്ങളും കൂടെ പ്രതികരിക്കാനുള്ള സമയമാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഒരു 3 മിനിറ്റ്. ആവോളം മതിയാവും. അവർക്ക് കൊടുത്ത അത്ര സമയം എനിക്ക് വേണ്ട. അതാണ് 3 മിനിറ്റ്. അപ്പോ തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും LDF കൺവീനറുടെ ബിസിനസ് പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മാധ്യമ വാർത്തകളെ കുറിച്ചൊക്കെ വീണ്ടും വിശദീകരിക്കുകയാണ്. ഞാൻ അക്കമിട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആര് തമ്മിലാണ് ബാന്ധവം? ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് കുത്തിയാൽ എങ്ങനെ രാജസ്ഥാനിൽ താമര വിരിയും? രാജ്യസഭയിൽ ഇനിയും ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് രാജ്യസഭയിലേക്ക് ഒരു മെമ്പറെ സംഭാവന ചെയ്യാനുള്ള ഡീലുമായിട്ടാണ് നിങ്ങളുടെ നിലവാരത്തിലുള്ള നേതാവല്ല, നിങ്ങളുടെ ഉയർന്ന നിലവാരത്തിലുള്ള നേതാവെന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ ആ അച്ചാരവും വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്തും കണ്ണൂരിലും പത്തനംതിട്ടയിലും മുതൽ പത്മജ വേണുഗോപാലിനെയും പത്മിനി തോമസിനെയും വരെ സംഭാവന ചെയ്ത നൂറുകണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പലായനം. ആ ഡീലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ ഡീലിൽ നിങ്ങൾക്കൊക്കെ എത്ര കോടി കിട്ടി? ആ ഡീലിൽ നിങ്ങളൊക്കെ എന്തുകൊണ്ട് നിശബ്ദരായി നിർനിമേഷരായി നിന്നു? അവർ ഒരു യുവാവ് എന്ന നിലയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങേക്ക് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിച്ചുകൂടെ? രാജസ്ഥാനിൽ നിന്ന് BJP നേതാവിനെ വിജയിപ്പിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതെന്ന് സത്യസന്ധമായും എനിക്കറിയാം. അങ്ങേക്ക് ആ ചോദ്യം ചോദിക്കാൻ പ്രാണിയില്ലായിരുന്നു. പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷവാദികൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് പറയുകയാണ്? എന്നോട് അദ്ദേഹത്തിന്റെ അവസരം ഉപയോഗിച്ച് അദ്ദേഹം പറയുകയാണ്, ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ബംഗാളിനെ നിങ്ങൾ നോക്ക്, ത്രിപുരയെ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കുറഞ്ഞ വോട്ട് ഷെയറിനെ കുറിച്ചൊക്കെ നോക്കുന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ചരിത്രം പഠിക്കാൻ കോൺഗ്രസ് നേതാവ് എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഞാൻ ആ ഉപദേശം തള്ളിക്കളയുന്നത് ഞാൻ സ്വീകരിക്കാം. ചരിത്രത്തിൽ പ്രഗത്ഭനല്ല, പാണ്ഡിത്യം അവകാശപ്പെടാനുമില്ല, ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കരുതുന്നത്. പക്ഷെ ബംഗാളിനെയും ത്രിപുരയും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് CPMന്റെ പ്രതിനിധിയായ എന്നോട് ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞാൽ തിരികെ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ട വരത്തില്ലേ? 977 വരെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമായിരുന്നില്ലേ പശ്ചിമ ബംഗാൾ? 77 നിന്ന് 87 കഴിഞ്ഞ് 97 കഴിഞ്ഞ് 2007 കഴിഞ്ഞ് 2017 കഴിഞ്ഞ് ഇനി 2027 3 വർഷം കൂടിയുള്ളൂ. 47 വർഷമായി നിങ്ങൾ ബംഗാളിൽ കച്ചി തൊട്ടിട്ട്, ബംഗാളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ട് 47 വർഷമായി. കോൺഗ്രസ് ബംഗാളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ട് 47 വർഷമായിട്ട് ഇപ്പോഴും അവിടെ ഒരു പ്രധാന കക്ഷിയായി കൂടുതൽ സീറ്റിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്ന CPMന്റെ പ്രതിനിധിയോട് കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ്, നിങ്ങൾ ബംഗാളിനെ നോക്കി ചരിത്രം പഠിക്കണമെന്ന്. ത്രിപുരയിൽ അങ്ങയുടെ പാർട്ടിക്ക് മാത്രം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എത്രയോ പതിറ്റാണ്ടുകളായി ത്രിപുരയിൽ മുഖ്യമന്ത്രി പോയിട്ട് ക്യാബിനറ്റ് റാങ്ക് പദവി പോലും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. എന്നിട്ട് ത്രിപുരയിൽ ഇപ്പോഴും ശ്രദ്ധേയമായ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ CPMന്റെ പ്രതിനിധിയായി എന്നെ നോക്കി ത്രിപുരയിൽ പതിറ്റാണ്ടുകളായി മന്ത്രിസഭയിലോ ക്യാബിനറ്റ് പദവിയോ ഒന്നുമില്ലാത്ത കോൺഗ്രസിന്റെ നേതാവ് ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ത്രിപുരയെ നോക്കി എന്നോട് പറയുകയാണ്, നിങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറാകണമെന്ന്. യുക്തിസഹമായി ചിന്തിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ആരാണ് ചരിത്രം പഠിക്കേണ്ടത്? ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും കോൺഗ്രസ് ആണോ അതോ CPM ആണോ? ആരാ ചരിത്രം കൂടുതൽ പഠിക്കേണ്ടത്? നമ്മുടെ തലയ്ക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ചിന്തിക്കട്ടെ. അതാണ് ചരിത്രത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ചോദ്യത്തോട് എനിക്ക് വിശദീകരിക്കാനുള്ളത്. പിന്നെ ഇവിടെ പറയുമ്പോഴോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുതൽ AICC നേതാക്കന്മാർ മുതൽ കൂറുമാറിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, CPMന്റെ പാർട്ടിയെ, ഇത് മര്യാദയാണോ അങ്ങ് ഇടപെടുന്നത്? CPMന്റെ പാർട്ടി അംഗം പോലും അല്ലാത്ത ആളുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അവരൊക്കെ നിങ്ങളുടെ ഭാഗമായി നിന്നിരുന്നില്ലേ എന്ന്. ഞങ്ങളുടെ CPMന്റെ പാർട്ടി അംഗത്തിൽ നിന്ന് BJPയിലേക്ക് പോയ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഒരാളെ പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പോഴും അംഗത്വം നഷ്ടപ്പെട്ട ഒരാൾ BJP നേതാവുമായി ചർച്ച നടത്തിയതാണ് കേരളത്തിലെ വാർത്ത. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രത്യേകത? ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാർ BJPയിൽ ചേർന്നാൽ അത് ആശങ്കയില്ല, അതിൽ ചർച്ചയില്ല. പക്ഷേ CPMന്റെ പാർട്ടി അംഗം നഷ്ടപ്പെട്ട ഒരാൾ BJP നേതാവുമായി ചർച്ച നടത്തിയാൽ അത് വാർത്തയാണ്. എന്താ അതിന്റെ പ്രത്യേകത?
CPM-ന്റെ പാർട്ടി അംഗത്വം ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്ന അന്തസ് അങ്ങയുടെ പാർട്ടിയിലെ ദേശീയ നേതാവിന് പോലും ഇല്ല എന്നുള്ളതാണ് ആ ചർച്ചയിലൂടെ മനസ്സിലാകേണ്ടത്. അങ്ങ് കണ്ടുപഠിക്കണം വർഗീയതയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന്, മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്. ഇന്ത്യ മുന്നണിയെ കുറിച്ച് അങ്ങ് പറഞ്ഞു അല്ലെ, ആ കൂട്ടായ്മയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചതാരാണ്? ശരി, ഓക്കെ.